ഈ വിമർശനത്തിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. ബജറ്റിന് മുന്നോടിയായിട്ട് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്നുള്ള ചോദ്യമാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചത്. നടപടിക്രമങ്ങളെക്കുറിച്ച് ബജറ്റിന് ഒരു ദിവസം മുമ്പ് തന്നെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകണമെന്നും എന്നാൽ ഇത്തവണ അത് നൽകിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. സർ, നമുക്ക് നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് റിവ്യൂ ടേബിളിൽ വയ്ക്കേണ്ടതാണ്. അത് പാർലമെന്റിലും നിയമസഭയിലും വരുന്ന കീഴ്വഴക്കമാണ്. നമ്മുടെ നിലവിലെ പൊതു സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ബജറ്റിന് മുമ്പായി പ്രത്യേകമായി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടും. ഇതിനു മുമ്പ് ഒരിക്കൽ വയ്ക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ചെയറിന്റെ റൂളിംഗ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് there is an impropriety. ഞാനത് അങ്ങേ ചൂണ്ടിക്കാണിക്കുന്നു. അത് വേണ്ട നടപടികൾ, കർശനമായ നടപടികൾ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ചെയറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ക്ഷേമ പെൻഷനിൽ ₹1 പോലും വർധന വരുത്താതെയാണ് പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൃത്യമായ സമയബന്ധിതമായ രീതിയിൽ കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ബജറ്റിൽ അല്പം ആശ്വാസം അല്ലെങ്കിൽ തലോടലൊക്കെ ലഭിച്ചു എന്ന് പറയാവുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ്. അർഹതപ്പെട്ട ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഒക്കെ നൽകുമെന്നുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ടായി. അത് തൽക്കാലത്തേക്കെങ്കിലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഈ ബജറ്റിൽ ധനമന്ത്രി മൗനം പാലിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം തന്നെ അനുവദിക്കും. എന്നാൽ ഇത് PF ലയിപ്പിക്കുകയും ചെയ്യും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്ക് ഇൻ പീരീഡ് ഒഴിവാക്കിയിരിക്കുന്നു. 1 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക ഈ ഏപ്രിലിൽ നൽകുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്നത് 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള സംസ്ഥാന ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ ഒപ്പം കൂട്ടാൻ ലക്ഷ്യമിടുക എന്നതാണ് ഈ ബജറ്റിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടുള്ള വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടി 750 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ലൈഫ് മിഷൻ, റീബിൽഡ് കേരള, കാരുണ്യ ഇങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾക്കായിട്ട് പണം നീക്കി വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആരോഗ്യം, വ്യവസായം എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ ഊന്നൽ നൽകിയാണ് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചില്ല. തീരദേശത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ധനമന്ത്രി സൂചിപ്പിച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകൾ, കൊച്ചി മെട്രോയുടെ വികസനം, വിഴിഞ്ഞം തുറമുഖ അനുബന്ധ പദ്ധതി എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കായി വൈഫൈക്ക് വരെ പണം നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയിലും ഹോം പോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിദേശ വിദ്യാർത്ഥികളെ പോലും ആകർഷിപ്പിക്കുന്ന രീതിയിൽ വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. പക്ഷേ ഭൂനികുതി ഉൾപ്പെടെ കുത്തനെ ഉയർത്തിയിട്ടാണ് സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള വഴി തേടിയിരിക്കുന്നത് ഈ ബജറ്റിൽ. അപ്പോൾ ഭൂനികുതി ഉൾപ്പെടെ കുത്തനെ ഉയരും. അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. 50% വർധനയാണ് ഭൂനികുതിയിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി ഫീസുകളിലും വർധന വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കഴിയുന്നവരെ സംബന്ധിച്ചിട്ട് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ പാട്ട നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോൺട്രാക്റ്റ് കാരിയേജുകളുടെ നികുതി ഏകീകരിച്ചിരിക്കുന്നു. അതിലൂടെ അധിക വരുമാനം സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുകയുണ്ടായി പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റേജ് കാരിയറുകളുടെ നികുതി കുറച്ച കാര്യം. ഒപ്പം തന്നെ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതി കൂടാൻ പോകുന്നു എന്നുള്ളതും ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ബജറ്റിൻ്റെ
പ്രത്യേകതകളിലൊന്നാണ്. അതേസമയത്ത് കേരള ജനതയെ പരിഹസിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം സൂചിപ്പിച്ചിട്ടുള്ളത്. ഭൂനികുതി, ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഭൂനികുതി ഉയർത്തിയത് അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ബജറ്റിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. ഈ ബജറ്റ് കേരള ജനതയെ പച്ചയ്ക്ക് പരിഹസിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. സർക്കാർ ജീവനക്കാർ ഒരു ഗഡു നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു, എന്നാൽ PF ലയിപ്പിക്കും. ഇതോടെ ജീവനക്കാരുടെ കയ്യിൽ പണം ലഭിക്കില്ല. ലീവ് സറണ്ടർ 2027 ലഭിക്കുമെന്നാണ് പറയുന്നത്. ജീവനക്കാർ കൊടുക്കാനുള്ളത് 65,000 കോടിയാണ്. 170 രൂപയുണ്ടായിരുന്ന റബ്ബറിന്റെ തറവില 10 രൂപ കൂട്ടി 180 രൂപയാക്കിയിരിക്കുന്നു. റബ്ബറിന്റെ നിലവിലെ വിപണി വില 210 രൂപയാണ്. ഇപ്പോൾ വിപണിയെക്കുറിച്ചോ കർഷകനെക്കുറിച്ചോ ഒക്കെ ഒന്നും അറിയാതെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച തറവിലയേക്കാൾ 28 രൂപ വിപണിയിലുണ്ട് എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുകയുണ്ടായി. ഭൂനികുതി ഉയർത്തിയത് അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി. നികുതി പിരിവിൽ സർക്കാർ ദയനീയമായിട്ടുള്ള പരാജയമാണ് എന്ന് സൂചിപ്പിച്ചു. സാമ്പത്തിക വളർച്ചയിൽ 2020 മുതലുള്ള ശരാശരി മാത്രമാണ് ധനമന്ത്രി പറയുന്നത്. കോവിഡ് കാലത്തിന് ശേഷമുള്ള സാധാരണ നിലയും ഇപ്പോഴത്തെ സ്ഥിതിയും താരതമ്യം ചെയ്താണ് വളർച്ച ചൂണ്ടിക്കാട്ടുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ജലജീവൻ മിഷന് സംസ്ഥാന വിഹിതമായിട്ട് കൊടുക്കേണ്ടത് 4500 കോടി രൂപയാണ്. സംസ്ഥാന വിഹിതം കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് കേന്ദ്ര വിഹിതം കേരളത്തിന് കിട്ടിയില്ല. ജലജീവൻ മിഷൻ വർക്ക് എടുത്തവർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. അവരെ ഒന്നും പരിഗണിച്ചിട്ടേ ഇല്ല ഈ ബജറ്റിൽ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. വാസ്തവത്തിൽ ഈ ബജറ്റ് എന്ന് പറയുന്നത് പൊള്ളയായ വാക്കുകളും ആവർത്തനവുമാണ് എന്നാണ് വി ഡി സതീശൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 24 വർഷത്തിനിടെ ഇതുപോലൊരു ബജറ്റ് കണ്ടിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതിന് ശേഷം ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത്.